ഹായ് ഹലോ. ഇപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഗൗതമിന്റെ നന്ദയുടെയും ഒരുപാട് റൊമാൻസ് സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകരെ ഒന്നടങ്കം കാത്തിരുന്നതാണ് ഗൗതമും നന്ദയും ഒന്നിക്കണം, അല്ലെങ്കിൽ അവരെ നല്ലൊരു സന്തോഷ ജീവിതം നയിക്കണമെന്ന്. പക്ഷെ എപ്പോഴും ഗൗതമിന്റെ നന്ദയുടെ ഇടയിൽ ഈ ഒരു കരടന്ന പോലെ വന്ന് വീഴുന്നത് പിങ്കിയാണ്. അവരെപ്പോൾ സന്തോഷിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത്. എന്നാൽ ഇനി പിങ്കിയുടെ ഒരു നാടകവും ഒരു കളികളും ഗൗതമിന്റെ നന്ദയുടെ അടുത്ത് ചെലവാവത്തില്ല. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പിങ്കിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അർജുൻ കട്ടയ്ക്കുണ്ട്. രണ്ടാമത്, ഗൗതം നന്ദയെ ഒരുപാട് മനസ്സിലാക്കി. അങ്ങനെ ഗൗതമിനിപ്പോൾ നന്ദ എന്ന് പറയുമ്പോൾ അത്രത്തോളം ജീവനാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഗൗതമിന്റെ നന്ദയുടെയും പ്രണയവും പിന്നെ പിങ്കിക്ക് കൊടുക്കുന്ന 8ന്റെ പണിയൊക്കെ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ട്വിസ്റ്റ് ആയിരിക്കും കാണാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വിവരം അറിഞ്ഞിട്ട് ഗൗതം ഓടി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ നന്ദ പറഞ്ഞത്, ഞാൻ ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ട് ഗൗതം സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ, എന്തായാലും നമ്മൾ തമ്മിൽ പിരിയാനായിട്ട് പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതമിന് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ഗൗതം പറഞ്ഞത്, എന്നിട്ട് നന്ദ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഗൗതം സാർ ഒരു കാര്യം ഇപ്പോൾ തന്നെ പോയി ആ ഒരു TCയിൽ ഒപ്പിട്ടിട്ട് ഗൗതം സാർ പോയിക്കോ, ഞാൻ പോയി TC മേടിച്ചോളാം. അപ്പോൾ ഗൗതം അതും കൂടി കേട്ടപ്പോൾ ചങ്ക് തകർന്നു. ഇപ്പോൾ ഗൗതം പറയുകയാണ്, ഞാൻ കോളേജിൽ പോയിരുന്നു, നീ അന്ന് എന്നോട് സെമിനാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതൊരിക്കലും വിശ്വസിച്ചില്ല. എൻ്റെ ഈഗോ കാരണം ഞാനത് ഭയങ്കര ഒരു കാര്യമാക്കി, ഇത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രൊഫസർ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ തകർന്നു പോയി. ഒരിക്കലും എൻ്റെ നന്ദയെ വിട്ട് പിരിയാൻ ഇടവരുത്തരുതേ, എൻ്റെ നന്ദയ്ക്ക് ഒന്നും സംഭവിക്കരുതേ എന്നാണ് എൻ്റെ മനസ്സിൽ അത്രയും പ്രാർത്ഥന ഉണ്ടായിരുന്നത്. അവർക്കൊന്നും സംഭവിക്കരുത്, അവളെ എനിക്ക് പൊന്നുപോലെ തിരിച്ചു കിട്ടണമെന്ന്. അതുപോലെ പ്രാർത്ഥന കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ചെറിയ ചെറിയ പരിക്കുകളോടുകൂടി നിനക്ക് ദൈവം എന്നെ തിരിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. അപ്പോൾ നന്ദ പറയുകയാണ്, അപ്പോൾ ഗൗതം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇപ്പോൾ ജീവനാണെന്നൊക്കെ പറയുമ്പോഴും നന്ദ വിശ്വസിച്ചില്ല. ഇനിയിപ്പോൾ ഗൗതം സാർ ഇതേപോലെ തന്നെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നെ വഴക്കുണ്ടാക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദ അതിൻ്റെ പേരിൽ സാറ് ചുമ്മാ പറയുന്നതാണ്, ഞാൻ വിശ്വസിക്കത്തില്ല. അവസാനം ഗൗതം പറയുകയാണ്, ഞാൻ ചങ്ക് പിളർന്ന് കാണിച്ചു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുമോ? അപ്പോൾ ആ ചങ്കൊന്നും പിളർന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. എന്നോട് പോട്ടെ, സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഒരു ഉമ്മതാ, ഞാൻ എന്നാ വിശ്വസിക്കാം. അപ്പോൾ ഗൗതം ആദ്യം ഒന്ന് ചമ്മി, കാരണം ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുമല്ലേ, അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഉമ്മയൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്, കാരണം താനൊരു IPS ഓഫീസറല്ലേ. പക്ഷേ ആ ഒരു നിമിഷം താനൊരു IPS ആണെന്നൊക്കെ ഗൗതം മറന്നു. നന്ദയുടെ ഒരു ഭർത്താവാണ് എന്നുള്ള രീതിയിൽ നന്ദയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അവരുടെ പ്രണയം അവിടം വെച്ച് സ്റ്റാർട്ടാവുകയാണ്. നേരെ നന്ദയും കൊണ്ട് ഗൗതം പോവുകയാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ ഭയങ്കര നന്ദ ഇനിയിപ്പോൾ എപ്പോഴും തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് അതിൻ്റെ ഇടയിൽ എരുതിയിലെ എണ്ണ ഒഴിച്ച് നന്ദ വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പിങ്കിയും അങ്ങനെ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഇന്ത്യവിരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര ഒരു വീഡിയോ കൊണ്ട് കാണിക്കുന്നത്. നന്ദേച്ചിയെ കുറിച്ചുള്ള ഒരു വീഡിയോ വൈറലാവുന്നുണ്ട്. നന്ദേച്ചിക്ക് ഒരു ആക്സിഡന്റ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എല്ലാവരും കണ്ടു ഭയങ്കര ടെൻഷനായി. അയ്യോ ഇനി എന്ത് പറ്റി, അയ്യോ എൻ്റെ മോക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അവിടെ കരയുമ്പോൾ അവിടെ മോഹിനി നന്ദയ്ക്ക് ഇത് വേണം, അല്ലെങ്കിൽ നന്ദ അഹങ്കാരം കാണിച്ചു പോയതുകൊണ്ടാണ് നന്ദയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി വീണ്ടും നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോഹിനിക്ക് നല്ല തക്ക മറുപടിയൊക്കെ അവിടെ ലക്ഷ്മി കൊടുക്കുവാണ്. പക്ഷെ എന്നിട്ടും പിങ്കിയുടെ മനസ്സിലും ചെറിയൊരു ദേഷ്യമുണ്ട്. പക്ഷെ നന്ദയ്ക്ക് ഇങ്ങനെ അപകടം പറ്റില്ലോ, എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. അതിന്റെ ടെൻഷനിലാണ്. എന്നാലും അരുണ് വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്ത് പറ്റി, ഏത് സ്റ്റേജിലാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അതിന്റെ ഇടയിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ അർജുനെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരുപാട് ദേഷ്യം വന്നിട്ട് അർജുൻ എല്ലാവരോടും പറയുകയാണ്, ഇതിനെല്ലാത്തിനും കാരണം ഗൗതമേട്ടനാണ്, ഗൗതമേട്ടന്റെ ഈഗോ മാത്രമാണ് ഇതിനെല്ലാത്തിനും കാരണം. സന്തോഷത്തോടെ ഇരുന്ന് നന്ദ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറാവാതെ നന്ദയോട് ദേഷ്യപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ വഷളാക്കിയത് ഗൗതമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാക്ഷാൽ ഗൗതം അവിടെ എത്തി. ഗൗതം വന്നിട്ട് അർജുനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം നന്ദ ഇപ്പോൾ കാണാൻ പോയ കാര്യം ഒന്നും ഗൗതം പറഞ്ഞിട്ടില്ല. ഗൗതം വന്നു. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി വന്നിട്ട് നന്ദയ്ക്ക് ഇതേപോലെ ആക്സിഡന്റ് പറ്റി, എന്താണെന്ന് അറിയത്തില്ല, അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഗൗതം എന്തായാലും ചെയ്തത് നന്നായി.
നന്ദയെ പുറത്താക്കിയല്ലോ. ഗൗതം ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നന്ദയെ പടിയിറക്കി വിട്ടത്. അതാണ് ഗൗതമിന്റെ ജീവിതത്തിലെ നല്ല കാര്യം. ഇനി എന്തായാലും ഗൗതമിന് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അവസരവും മുതലാക്കിക്കൊണ്ട് നന്ദ പോയത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അർജുൻ പിങ്കിയോട് ദേഷ്യപ്പെടുകയും അങ്ങനെ വലിയൊരു വഴക്കും തർക്കവും തന്നെ കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ആയി മൂർച്ഛിച്ചിങ്ങനെ വരുവാണ്. അപ്പോൾ ഗൗതമിന് മനസ്സിലായി ഇനി താൻ ഒന്ന് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വഴക്ക് വീണ്ടും ഒരു പൊട്ടിത്തെറിയിലോട്ട് കലഹിക്കും. അങ്ങനെ ഗൗതം പറയണോ ഒന്ന് നിർത്താമോ, ഇത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അരുന്ധതി അവിടെ ഒരു വാക്ക് പറഞ്ഞു. ഗൗതമിന് തീരുമാനിക്കാം ഇപ്പൊ നന്ദയെ തിരിച്ചു കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ നന്ദയെ ഇറക്കി വിടണമെന്നോ, അത് ഗൗതമിന്റെ ഇഷ്ടമാണ്. പക്ഷെ നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും എന്ന് അരുന്ധതി ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്കിന്റെ പേരിൽ ഗൗതം പറയണം എന്റെ തീരുമാനം ഞാൻ ഇപ്പൊ പറയാം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോയി നന്ദയെ വിളിച്ചുകൊണ്ട് വന്നു. നന്ദയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി, പ്രത്യേകിച്ച് പിങ്കിക്കും. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്മിക്കും അർജുനും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ പിങ്കിക്ക് ഇവള് തിരിച്ചു വന്നല്ലോ എന്നുള്ള ഒരു ദേഷ്യമായിരുന്നു. അങ്ങനെ നന്ദ വന്നു. നന്ദയെ കണ്ടപ്പോൾ തന്നെ ലക്ഷ്മി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും പിന്നെ മോള് ചെയ്തത് നല്ലതാണ്, ആ ഒരു ഗർഭിണി പെൺകുട്ടിയെ നീ രക്ഷിച്ചില്ലേ, നിന്റെ ജീവൻ പണയം വെച്ച് നീ രക്ഷിച്ചില്ലേ, അതിന് നിനക്ക് നല്ലതേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയും പിന്നെ ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി തന്നെ അരുന്ധതി വഴക്കുറയുകയും പിന്നെ നന്ദ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവസാനം അരുന്ധതി പറഞ്ഞു ഇപ്പോ ഞാൻ എന്തായാലും ഇതിനൊന്നും പറയത്തില്ല, കാരണം ഗൗതം എന്നോട് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്താലും വല്യമ്മ നിൽക്കുമെന്നാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ നീ കാണിച്ച ഈ തോന്നിയാസത്തിനും ഗൗതമിനും രണ്ടുപേർക്കും ഒരു ശിക്ഷ ഞാൻ തരും, അതെന്താണെന്ന് ഇപ്പോൾ പറയത്തില്ല, പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തോട്ട് കയറിപ്പോയി. പക്ഷെ ഇതിന്റെ ഇടയിലും പിങ്കി അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അർജുൻ പറയുവാണ് നീ ഇനി മിണ്ടരുത്, നീ കയറിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പറഞ്ഞുവിടുവാണ്. പക്ഷെ നന്ദയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി, തന്റെ ഗൗതമിന്റെ കൂടെ അതായത് ഇനിയും എൻ്റെ അമ്മയൊക്കെ കാണാനായിട്ടുള്ള ആ ഒരു കാര്യം കിട്ടിയല്ലോ, അവരെയൊക്കെ കാണാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിലും പിങ്കി സാന്ദ്രയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ സാന്ദ്ര നന്ദ തിരിച്ചു വന്നു. ഏറ്റവും വലിയ കാരണം നന്ദ പോയത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് സാന്ദ്രയ്ക്കാണ്. ആ ഒരു IPSന്റെ പവർ വെച്ചിട്ട്, ഗൗതമിന്റെ ഭാര്യയാണെന്നുള്ള പവർ വെച്ചിട്ട് സാന്ദ്രയെ ചെകിട്ടത്തടിച്ചത് ഒരിക്കലും സാന്ദ്ര മറന്നിട്ടില്ല. ആ ഒരു വൈരാഗ്യം ഇപ്പോഴും ഉണ്ട്. അതാണ് കൂടുതലും നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിന്റെ ഇടയിൽ എങ്ങനെയെങ്കിലും നന്ദയും ഗൗതമും തമ്മിൽ പിരിയണം, എന്നിട്ട് ഗൗതമിനെ എനിക്ക് സ്വന്തമാക്കണം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ കയറി വരുന്നത്. പക്ഷെ പിങ്കി ആദ്യം വിചാരിച്ചത് അർജുൻ കേട്ടു എന്നാണ്. പിന്നെ അർജുൻ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടത് കൊണ്ട് തന്നെ ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും പിങ്കിയുടെ ആ ഒരു ശ്രമങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒപ്പം നമ്മുടെ നന്ദയും ഗൗതമും എല്ലാം കട്ടയ്ക്ക് നിൽക്കുവാണ്. അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും ഉറങ്ങി. ഗൗതം നല്ല സുഖം ഉറക്കത്തിലായിരുന്നു. നന്ദ രാവിലെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. അതും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി മുല്ലപ്പൂവൊക്കെ ചൂടിയാണ് നന്ദ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ഗൗതം സാറിനെ വിളിക്കുകയും പിന്നെ ഗൗതം എണീറ്റ് വരുന്നുണ്ട്. നന്ദയുടെ ഈ സൗന്ദര്യത്തിൽ മയങ്ങി ഇങ്ങനെ നിൽക്കുകയും പിന്നെ നന്ദയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ്. അവസാനം ഞാൻ ഒരുപാട് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്, നീയും ഞാനും ആയിട്ട് വഴക്കുണ്ടാക്കി പിരിഞ്ഞ സമയത്താണ് എൻ്റെ ഈഗോയാണ് എല്ലാത്തിനും കാരണമെന്നും നീ എത്രത്തോളം വലുതാണെന്നും ഞാൻ ആ ഒരു നിമിഷത്തിൽ മനസ്സിലാക്കി. പരസ്പരം രണ്ടുപേരും പിരിഞ്ഞിരുന്ന സമയത്ത് ഓരോരുത്തരുടെയും അവരവരുടെ ആ ഒരു ബന്ധം എന്താണെന്ന്, ഗൗതമും നന്ദയും തമ്മിലുള്ള അവരുടെ ആ ഒരു പ്രണയം എന്താണെന്ന് രണ്ടുപേരും മനസ്സിലാക്കി. അതിൻ്റെ ഇടയിൽ നന്ദ എന്താ ഇത്രയും സുന്ദരി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്താ ഇത്രയും പതിവില്ലാതെ പൂവൊക്കെ വെച്ചിട്ട്, അതിന്ന് കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ ചേർന്ന് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ വെച്ചതാണെന്നൊക്കെ പറയുവാണ്. ഇതിൻ്റെ ഇടയിൽ ഗൗതം നന്ദയുടെ ആ ഒരു പൂവ് എടുത്ത് ഇങ്ങനെ മണപ്പിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുവാണ്. ഈ ചേർന്ന് നിന്ന് നന്ദയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും നന്ദയെ നോക്കി അങ്ങനെ അവരുടെ പ്രണയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കട്ടുറുമ്പ് പോലെ നമ്മളെ പിങ്കി വന്നത്. കാരണം പിങ്കിയും അർജുനും ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴേ പെട്ടെന്നാണ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ട് പിങ്കിക്ക് ഒട്ടും സഹിച്ചില്ല, വയറെരിഞ്ഞ് നിൽക്കുവാണ്. ഇവരുടെ ഈ ഒരു നന്ദയും ഗൗതമും സ്നേഹിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഗൗതം എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിങ്കി അവിടെ നിന്ന് ദേഷ്യപ്പെടുവാണ്. അങ്ങനെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും പിങ്കി വിചാരിച്ച കാര്യങ്ങളെല്ലാം, പിങ്കി ആദ്യം വിചാരിച്ചു അവർ തമ്മിൽ പിരിയണമെന്ന്, അങ്ങനെ പിരിഞ്ഞു. പക്ഷെ ആ ഒരു പിരിഞ്ഞ് ഒരു നിമിഷത്തിനകത്ത് തന്നെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഇത് പിങ്കിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി ഗൗതമിനെ നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കി ഓരോ പ്ലാനുകൾ ഇടുമ്പോൾ ആ പ്ലാനുകൾ പൊളിച്ചെടുക്കാനായിട്ട് അർജുന് സാധിക്കുമോ? ഇനി നന്ദയും ഗൗതവും തമ്മിൽ അവരുടെ പ്രണയം, അവരുടെ ജീവിതം ഇനി സന്തോഷത്തോടെ ആയിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.